ഹലോ എവ്രിവൺ, ഇനി നമുക്കൊരു ഫാമിലി മീറ്റപ്പ് ആയാലോ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ മാമിയുടെ വീട്ടിലേക്കാണ്. എൻ്റെ കസിൻസും സിബ്ലിങ്സും ഒക്കെ അവിടെ വരുന്നുണ്ട്. കുറെ നാളിന് ശേഷം പോകുന്നതിന്റെ നല്ലൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ കൊച്ചാടെ പ്ലാൻ ആയിരുന്നേ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും കൊച്ചായും കുഞ്ഞുമായും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. ഇതാണേ ഞങ്ങളുടെ നസീമാമ, ബാപ്പാടെ ഉമ്മായാണേ. അവിടുന്ന് ഞാൻ നേരെ വന്ന് കൊച്ചടുത്ത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ കൊച്ച കുഞ്ഞുമായും ഉമ്മായും പിടിച്ചടുത്തിരുത്തിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഞങ്ങൾക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്തത് കൊച്ചായാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള പ്ലാൻ ചെയ്തത് കൊച്ചായാണ്. കുറെ നാളിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഇതുപോലെ മീറ്റ് ചെയ്തത്. കസിൻസ് എല്ലാവരും ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾ കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വരാത്തവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് വല്യാപ്പായാണ്. വല്യാപ്പ ഉണ്ടായിരുന്ന ടൈമില് ഞങ്ങൾ എല്ലാവരും എല്ലാ മാസവും ഇതുപോലെ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓരോ മിനിറ്റിലും ശരിക്കും പറഞ്ഞ വല്യാപ്പയുടെ ഓർമ്മകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നേ. വല്യാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഹാളിൽ ഇതുപോലെ ഇരിക്കുമായിരുന്നല്ലോ. റൂമിൽ ഞങ്ങൾ കയറിയ വല്യാപ്പ വിളിക്കും, നിങ്ങളെവിടെ, നിങ്ങളെ കാണാനില്ലല്ലോ. വല്യാപ്പാക്ക് എല്ലാരും വല്യാപ്പയുടെ മുന്നിൽ തന്നെ നിൽക്കണം. വല്യാപ്പ കസേരയിട്ടിരിക്കും, ഞങ്ങൾ വല്യാപ്പയുടെ അടുത്ത് ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിരിക്കാറുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ വല്യാപ്പ ഇല്ലാത്തതിന്റെ ഒരു കുറവ് നല്ലതുപോലെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വല്യപ്പ ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് 2 വർഷമായെങ്കിലും ശരിക്കും പറഞ്ഞാൽ വല്യപ്പയുടെ കാര്യം പറയുമ്പോൾ ഉള്ളൊന്ന് പിടയും. അതിനും വേണ്ടി സ്നേഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. പക്ഷേങ്കില് ആളില്ല എന്നത് എന്നും വലിയൊരു കുറവ് തന്നെയാണ് നമ്മുടെ ഫാമിലിയില്. പിന്നെ എനിക്ക് മിസ് ചെയ്തത് ഞാനും നിസാനായും ഫാത്തിമായും തമ്മിലുള്ള ആ ഒരു ടൈമാണ്. ഞങ്ങൾ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് കൂടാനാണ്. ഞാനും ഫാത്തിമായും ഉണ്ടായിരുന്നു, നിസാനായും കൂടി നമ്മൾ 3 പേരും ചേരുമ്പോൾ ഒരു വൈബാണ്. വല്യാപ്പാടെ മോളാണ് നിസാന. ഞങ്ങൾ 3 പേരും തമ്മിൽ ഓരോ വയസ്സിന്റെ ഡിസ്റ്റൻസ് ആണ്. പക്ഷേങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആണോ സിസ്റ്റേഴ്സ് ആണോ, ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ ഫസ്റ്റ് വിളിക്കാറ് ഇവര് രണ്ടിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ ഫാത്തിമയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യാറുള്ളത് ഇവളോടാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് കസിൻസ് എന്നതിലുപരി നല്ല ഫ്രണ്ട്സ് ആണ്. നിസാനായി ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ പോയ ടൈമില് സപ്പവും ഫർസാറായും അവിടെ ഇല്ലായിരുന്നു. കുറെ കഴിഞ്ഞിട്ടാണ് അവര് വന്നത്. പിന്നെ അവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിരുന്നപ്പോഴേക്കും ഫാരിസ് വന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഞങ്ങളുടെ അപ്പൂസിന്റെ പറക്കം തളികയാണ്. ഇതിന്റെ ഫ്രണ്ട് കാണിച്ച അവന്റെ അടി കിട്ടുമെന്നുള്ളത് കൊണ്ട് കാണിക്കാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ പറക്കം തളികയെക്കാളും വൈബുള്ളൊരു വണ്ടിയാണ്. ഇതും ചെറിയൊരു പറക്കം തളികയാണ്, പക്ഷേങ്കിൽ ഇത് ഞങ്ങൾ വഴിയിലൊന്നും കൊണ്ടിട്ടിട്ടില്ല. അങ്ങനെ കുറെ നേരം പുറത്തൊക്കെ നിന്നതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോ സെക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന കാര്യത്തില് ഞങ്ങൾ പിള്ളേരും ഉമ്മമാരും എല്ലാരും ഒരേ വൈബാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉമ്മമാർക്ക് ആർക്കും തള്ള വൈബ് ഇതുവരെയും വന്നില്ല. എനിക്കിടയ്ക്കൊക്കെ തള്ള വൈബ് വരുമെങ്കിലും ഇവർക്ക് ആർക്കും തള്ള വൈബ് വന്നിട്ടില്ല. എല്ലാവരും ഒരേ വൈബിലുള്ളവരാണ്. ഒരേ വൈബ് ഇല്ലാത്തവരും ഉണ്ട്, അവരെ ഞങ്ങൾ കൂടെ കൂട്ടാറും ഇല്ല, മൈൻഡ് ചെയ്യാറുമില്ല. ഞങ്ങൾ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക് സൈഡിൽ ഇവർക്ക് ഇതായിരുന്നേ പണി. ഇവന്മാര് 2 പേരും ഒരുമിച്ച് കൂടിയ ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കണം. 2 പേരും കുരുത്തക്കേടിന് കയ്യും കാലും വെച്ച സാധനങ്ങളാണ്. അങ്ങനെ ഞാൻ അകത്ത് വന്നപ്പോഴേക്കും കുഞ്ഞുമായും ഉമ്മായും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അവരെ കൂടെ കുറച്ചു നേരം സംസാരിക്കാനൊക്കെ ഇരുന്നപ്പോഴേക്കും അപ്പൂസ് റൂമില്ലാതെ പുറത്തിരിക്കുകയാണ്. അപ്പൂസിന്റെ റൂമിൽ ചെന്നപ്പോ റൂം ഫുള്ളായിരുന്നേ. അവന് ശരിക്കും പറഞ്ഞാൽ കട്ടിലില്ല, ബെഡ് ഇട്ടിട്ട് അവിടെയാണ് കിടപ്പ്. അവന്റെ റൂം അപ്പുറത്താണ്. ഇപ്പൊ അവൻ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ആയതാണ്. പിന്നെ ഉമ്മായും കുഞ്ഞുമായും നസീമമായും ഇവരെല്ലാരും കൂടി ഞങ്ങളുടെ വീട്ടിന് അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇവര് പോയി കഴിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ. അങ്ങനെ അവര് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങള് ഇപ്രാവശ്യം വന്നപ്പോ ഫാത്തിമാക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ വൈബൊന്നും ഇല്ലായിരുന്നു, അവർക്ക് സുഖമില്ലായിരുന്നേ. പിന്നെ കൊച്ചെണീറ്റു. കൊച്ചാക്ക് കുഞ്ഞുമ ഫുഡ് വാരി കൊടുക്കുന്നതാണ്. കൊച്ചാക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വാരി തന്നിട്ടുണ്ടായിരുന്നേ. എപ്പോ കുഞ്ഞുമായായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയാലും കുഞ്ഞുമ ഞങ്ങൾക്ക് ഇതുപോലെ ഫുഡ് വാരി തരാറുണ്ടേ.
ഞാൻ കുഞ്ഞായിരുന്ന ടൈമില് ഉമ്മ എവിടെയെങ്കിലും പോയാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുഞ്ഞുമ്മയുടെ കൂടെയാണ് നിൽക്കാറ്. എനിക്ക് കുഞ്ഞുമ്മയുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. കുഞ്ഞുമ്മ നല്ല വൈബാണ്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഞങ്ങളെക്കാളും വൈബാണ് കുഞ്ഞുമ്മക്ക്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. കൊച്ചായി ആയിട്ട് നിന്ന് ഒരുപാട് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം എല്ലാരും പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും സപ്പുവും പാത്തുവും. ഇങ്ങോട്ട് ഞങ്ങളുടെ ടൈമായിരുന്നേ. ഞങ്ങൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഇവളാണ്. ഇവള് കണ്ട ഫോണിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും. നമ്മളെ സൂക്ഷിക്കണം. സൂക്ഷിക്കണം. ഇവള് യൂട്യൂബ് ചാനലൊന്നും ഇല്ല, എന്നാലും പട്ടി ഷോയാണ്. പിന്നെ എനിക്ക് ഇവരെ കുറിച്ച് പറയാനായിട്ട് ഒരുപാടുണ്ട്. ജനിച്ച താഴെ തൊട്ട് കണ്ടു തുടങ്ങിയതാണ് ഈ ശവങ്ങൾ. എന്തെങ്കിലും പോയിട്ടില്ല, എവിടെയെങ്കിലും ഒരു അറ്റത്തിരുമ്പോ കണ്ടുവിട്ടു കൺഫോം. എന്തൊരു വീഡിയോ ഇത്രയ്ക്കും മതിയല്ലേ.